എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പാഠാവലിയിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. 3ാമത്തെ യൂണിറ്റായ ഒത്തുതുഴയം എന്നതിലെ 3ാമത്തെ പാഠം, ഏറ്റവും അവസാനത്തെ പാഠം സൗഹൃദം ജയിക്കുന്നു എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ഇതും ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ്, ചോദ്യോത്തരങ്ങളുമാണ് ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സുകളൊക്കെ STD6 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യം നമ്മെ സാഹോദര്യത്തിലേക്കും സൗഹൃദങ്ങളിലേക്കും നയിക്കുന്നു. അത്തരമൊരു കഥയാണ് സൗഹൃദം ജയിക്കുന്നു എന്നുള്ള പാഠഭാഗം. കുരുപാണ്ഡവരുടെ ആയുധ വിദ്യാഭ്യാസനത്തിന്റെ പരിസമാപ്തി ദിനം. കുമാരന്മാരേവരും തങ്ങൾ പഠിച്ച വിദ്യ പരസ്യമായി പ്രകടിപ്പിക്കാൻ അരങ്ങത്തിറങ്ങി കഴിഞ്ഞു. അതുവരെ പുത്രനായി മാത്രം അറിയപ്പെട്ടിരുന്ന, അതായത് സൂതപുത്രനായി മാത്രം അറിയപ്പെട്ടിരുന്ന കർണൻ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് ചാടി വീണത് അപ്പോഴാണ്. കൃപാചാര്യൻ കർണനെ അധിക്ഷേപിച്ചത് കേട്ട് കുപിതനായ ദുര്യോധനൻ മറ്റൊന്നും ചിന്തിക്കാതെ കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്യിക്കുന്ന കഥ. ആനന്ദാശ്രുക്കൾ പൊഴിക്കാതെ സഹൃദയർക്ക് ഭാവനയിൽ അത് കാണുക പോലും സാധ്യമല്ല. കർണഭൂഷണത്തിൽ മഹാകവി ഉള്ളൂർ ലേഖനം ചെയ്തിട്ടുള്ള ദുര്യോധനന്റെ ഈ ചിത്രം ഹൃദയഹാരിയാണ്, അനശ്വരമാണ്. ആ ഉപകർത്താവിനെ കുറിച്ചുള്ള കർണന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ആഹാ ജയിപ്പു വിജയിപ്പു ഞങ്ങൾ തൻ സൗഹാർദ്ദം സൗഭ്രാത്രം സർവോത്കൃഷ്ടം. ഇത് TKC വടുതല എഴുതിയ നുണ ലേഖന സമാഹാരത്തിന്റെ പേരാണ് നുണ. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ള? ആഹാ ജയിപ്പു വിജയിപ്പു ഞങ്ങൾ തൻ സൗഹാർദ്ദം സൗഭ്രാത്രം എന്ന് വെച്ചാൽ സാഹോദര്യം. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ? കുരുപാണ്ഡവരുടെ ആയുധാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവര് നമ്മൾ ഇപ്പോഴത്തെ പോലെ പരീക്ഷ പോലെ അന്നും ഉണ്ടല്ലേ, അതുപോലെ പരീക്ഷണം അല്ലെങ്കിൽ പരീക്ഷയായിട്ട് അവർക്ക് എന്തുണ്ടായിരുന്നു? അവര് പഠിച്ച ആ ആയുധ വിദ്യ പരസ്യമായിട്ട് അഭ്യസിച്ച് കാണിക്കാനുള്ള ഒരു വേദി ഉണ്ടായിരുന്നു. ആ സമയത്ത് സൂതപുത്രനായി മാത്രം അറിയപ്പെട്ടിരുന്ന കർണനെ സൂതപുത്രൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം അർജുനനെ വെല്ലുവിളിച്ചു കൊണ്ടുവന്നു. അതായത് അർജുനനോടൊപ്പം തന്നെ തനിക്കും കഴിവുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്, എന്നറിയിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കൃപാചാര്യൻ കർണനെ ആക്ഷേപിച്ച് സംസാരിച്ചു. എന്നാൽ ഇത് കേട്ട് സഹിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അത് നീതി നിഷേധമാണ് എന്നുള്ള അർത്ഥത്തിൽ ദുര്യോധനൻ ചാടി വീഴുകയും കർണന് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയും അല്ലെ. സപ്പോർട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ കർണനെ എന്ത് ചെയ്തു? തന്റെ അംഗരാജാവായിട്ട് അദ്ദേഹം പ്രഖ്യാപനം ചെയ്തു, പരസ്യമായിട്ട് പ്രഖ്യാപനം ചെയ്തു. കർണൻ പറഞ്ഞതിൽ അല്ലെങ്കിൽ അവന്റെ വെല്ലുവിളിയിൽ ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയല്ലേ, കഴിവുള്ളവർ വിജയിക്കണം അല്ലെ, അല്ലെങ്കിൽ പേരോ പ്രശസ്തിയോ പെരുമയോ ഒന്നുമല്ല വിജയിക്കേണ്ടത്, കഴിവുള്ളവരാണ് വിജയിക്കേണ്ടത്. ആ ഒരു ബോധത്തിൽ ദുര്യോധനൻ എന്ത് ചെയ്തു? പരസ്യമായിട്ട് കർണനെ തന്റെ അംഗരാജാവായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പോ പറഞ്ഞ 2 വരികളും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്താണ് ഇത്? അവിടെ നമ്മുടെ സാഹോദര്യവും സൗഹാർദ്ദവുമാണ് വിജയിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സൗഹൃദം വിജയിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം വായിക്കാൻ പറയാം. ചോദ്യം 1, ആയുധ വിദ്യാഭ്യാസനത്തിന്റെ അവസാന ദിനത്തിൽ സംഭവിച്ചത് എന്താണ്? കുരുപാണ്ഡവർ ആയുധവിദ്യ അഭ്യസിച്ചു തീരുന്ന ദിനം ക്രീഡാങ്കണം എന്നു പേരുള്ള പ്രദർശന സദസ്സ് ഒരുങ്ങുകയാണ്. അർജുനൻ സ്വായത്തമാക്കിയ ധനുർവിദ്യ പ്രദർശിപ്പിച്ചപ്പോൾ കാണികളായിട്ടുള്ള മുഴുവൻ പേരും വളരെയധികം ജയാരവങ്ങൾ മുഴക്കി അർജുനനെ വാഴ്ത്തി. ഈ സമയത്ത് തന്നെയാണ് തുല്യ പോരാളിയായ കർണൻ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി അരങ്ങിലെത്തിയത്. ചോദ്യം 2, കൃപാചാര്യൻ കർണനെ അധിക്ഷേപിച്ചതെന്തിനായിരുന്നു? കൃപാചാര്യൻ കർണൻ സുജാതി അല്ലാത്തതുകൊണ്ട് അവനെ രാജകുമാരനായ അർജുനനുമായി മത്സരിക്കാൻ അർഹനല്ലെന്ന് ആക്ഷേപിച്ചു. ചോദ്യം 3, ദുര്യോധനൻ എങ്ങനെയാണ് കൃപരുടെ ഈ അധിക്ഷേപത്തോട് പ്രതികരിച്ചത്? കൃപരുടെ അധിക്ഷേപം കേട്ട് കുപിതനായ ദുര്യോധനൻ ഒറ്റ നിമിഷം പോലും ആലോചിക്കാതെ തന്നെ കർണനെ അംഗരാജാവായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അപമാനം മറികടക്കാൻ സൗഹൃദം കൊണ്ടുള്ള വലിയൊരു നീക്കമായിരുന്നു അത്. അർജുനനോടുള്ള വ്യക്തിപരമായ വിദ്വേഷം ഉള്ളിൽ കൊണ്ടു നടന്ന ദുര്യോധനൻ പിൽക്കാലത്ത് അർജുനനെ എതിരിടാനുള്ള ഒരു ആയുധമായി കൂടിയാണ് കർണനെ കണ്ടത്. 4, ഉള്ളൂരിന്റെ വരികൾ വ്യക്തമാക്കുന്ന കാര്യമെന്ത്? ഉള്ളൂർ എഴുതിയ കർണഭൂഷണത്തിൽ നിന്നും എടുത്ത വാക്കുകൾ കർണന് ദുര്യോധനനോടുള്ള സൗഹൃദവും നന്ദിയും എത്രത്തോളം ദൃഢമായതാണെന്ന് തെളിയിക്കുന്നു. അപമാനിക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ തന്നെ അതിൽ നിന്നും മോചിതനാക്കിയവന് ആജീവനാന്തം മിതത്വം വാഗ്ദാനം കൊടുത്ത കർണന്റെ സൗഹൃദം ഉയർന്നതും ആത്മാർത്ഥതയുള്ളതുമായ ഒരു ബന്ധമായിരുന്നു.
അടുത്ത പ്രവർത്തനം പ്രതികരണ കുറിപ്പെഴുതാം. ദുര്യോധനൻ കർണനെ അംഗരാജാവാക്കി അപമാനത്തിൽ നിന്ന് രക്ഷിച്ചു. കർണൻ ആദ്യമായി സ്നേഹം അനുഭവിച്ചത് അപ്പോഴായിരിക്കാം. കർണൻ തന്റെ സുഹൃത്തിനോട് നന്ദി പറഞ്ഞു. അപ്പോൾ ദുര്യോധനൻ കർണനോട് ഇങ്ങനെ പറഞ്ഞു: മഹാനായ മിത്രമേ, ദൃഢമായ സഖ്യം മാത്രം ഞാൻ നിന്നിൽ നിന്ന് ഇച്ഛിക്കുന്നു. ആരാധ്യനായ സുഹൃത്തായി എന്നോടൊത്ത് എന്നും വർത്തിച്ചാൽ മതി. അതാണ് നിന്നിൽ നിന്നും ഞാൻ ഇച്ഛിക്കുന്ന പ്രത്യുപകാരം. പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് വരികളാണ്. ദുര്യോധനന്റെ എന്തു സ്വഭാവ സവിശേഷതയാണ് ഈ മറുപടിയിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇങ്ങനെ പെരുമാറുന്നവരാണോ നമുക്ക് ചുറ്റുമുള്ളത്? നിങ്ങളുടെ പ്രതികരണങ്ങൾ എഴുതി നോക്കൂ. ദുര്യോധനൻ കർണനെ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രകാശനമാണ്. കർണൻ തന്റെ ജീവിതത്തിൽ ആദ്യമായി ആത്മാർത്ഥമായ സൗഹൃദം അനുഭവിച്ചത് ദുര്യോധനൻ നൽകിയ ആ ആദരവിലൂടെയാകും. പകരം താൻ എന്തു നൽകണമെന്ന ചോദ്യത്തിന് കർണനോട് ദുര്യോധനൻ പറഞ്ഞു: ദൃഢമായ സൗഹൃദം മാത്രമാണ് ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്നും ദുര്യോധനൻ വളരെ സ്നേഹപരനും കൃതജ്ഞനും വിശ്വസ്തനുമായ സുഹൃത്തായി കർണൻ അനുമാനിക്കുന്നു. പ്രത്യുപകാരം ആഗ്രഹിക്കാതെ സൗഹൃദം മാത്രം ചോദിക്കുന്ന ദുര്യോധനനോട് കർണൻ എല്ലാ കാലത്തും ആത്മാർത്ഥ സുഹൃത്തായി കൂടെ നിൽക്കുന്നു. സൗഹൃദം ഉപകാരത്തിനു വേണ്ടിയല്ല, ആത്മാർത്ഥതയ്ക്കാണ് എന്ന സന്ദേശം പാഠം നൽകുന്നു. ഇത് നമ്മോട് ഈ പാഠഭാഗത്തെ മുൻനിർത്തി മാത്രമാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ ക്രീഡാങ്കണത്തിന്റെ ആ സമയത്ത് തന്നെ കുരുവംശത്തിലെ 100 പേരെക്കാട്ടിലും ശക്തരാണ് പാണ്ഡവരായിട്ടുള്ള 5 പേര് എന്ന് തെളിഞ്ഞിരുന്നു. ആ സമയത്താണ് ഭാവിയിൽ വരുന്ന യുദ്ധങ്ങളും മറ്റും മുന്നിൽ കണ്ടുകൊണ്ട് പാണ്ഡവരെ അവരെ കൊണ്ട് തന്നെ നേരിടാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ദുര്യോധനൻ കർണനെ തന്റെ സുഹൃത്തായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിന്റെ വേറെ വശം, അത് നമുക്ക് നോക്കണ്ട. ഇപ്പോൾ ഈ പാഠഭാഗവുമായിട്ട് മാത്രം ബേസ് ചെയ്തുകൊണ്ട് നോക്കിയാൽ ഇങ്ങനെ ഉത്തരം എഴുതാം. അവസാനത്തെ പ്രവർത്തനം നോക്കാം. സ്വാതന്ത്ര്യം രചനകളിൽ. സ്കൂൾ ലൈബ്രറിയും സമീപത്തുള്ള വായനശാലകളും സന്ദർശിച്ച് സ്വാതന്ത്ര്യം പ്രമേയമായി വരുന്ന രചനകൾ കണ്ടെത്തി ശേഖരിക്കുക. നോക്കൂ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരിചിതമായ വരിക വരിക സഹചരെ സഹന സമര സമരമായി ഈ സ്വാതന്ത്ര്യഗാനം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. മക്കളത് നോക്കി എഴുതണേ. സ്വാതന്ത്ര്യം പ്രമേയമായ മലയാള രചനകൾക്ക് ഉദാഹരണങ്ങളാണ് സ്വാതന്ത്ര്യ സമര കഥകൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയാണ്. അതുപോലെ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ പാഠഭാഗത്തിൽ നോക്കാനായിട്ടുള്ളത്. ഇതോടുകൂടിയിട്ട് നമ്മളുടെ അടിസ്ഥാന പാഠാവലി പാഠം തീർന്നിട്ടുണ്ട്. ഇന്ന് ഡിസ്കസ് ചെയ്ത ചാപ്റ്ററും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിലെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്